ഞാനിതിൽ കിടക്കാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ കണ്ണ് അടയ്ക്കാൻ പറ്റില്ല. നമ്മുടെ മലയാളത്തിലും അതിഭീകരമായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കും. ഈ ബ്രഹ്മയുഗം എത്രയോ നല്ല വർക്കാണ്. നമുക്ക് ഒരു വർക്ക് കാണുമ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ജ്യോതിഷിന്റെ ഭീകര വർക്കാണ് ചെയ്തിട്ടുള്ളത്. കുറെ പേര് അതിൽ പോയി, ഞങ്ങൾ പോയുള്ള സ്ഥലമാണ്. എന്നോടൊക്കെ പറയും അത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പക്ഷെ ഇതുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഗ്രില്ല് എന്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ പറയും. ചെറുപ്പത്തിലൊക്കെ ആളുടെ സിനിമ ഈ ഗുണ കേവ് എന്നൊക്കെ ഇരുന്ന് സിനിമ നമ്മൾ കാണും. അതിന്റെ പാട്ടുകളും എപ്പോഴും കേൾക്കും. ഭയങ്കര ഇളയരാജ ഭയങ്കര ഹിറ്റ് ഇതല്ലേ. അപ്പൊ അത് സന്തോഷം തന്നെ. നമ്മളൊക്കെ ചിലതിന്റെ പോസ്റ്റർ ഇറങ്ങുമ്പോ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങണ്ടില്ലേ, ഇത് അത് എങ്ങനെ നമ്മൾ കാണാൻ എന്തിനു പോകണം എന്നുള്ള ഒരു സാധനം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ആ സിനിമ ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് നമ്മളത് കാണുന്നത്? ആ മരം ഒരു സെറ്റാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആ ക്യാമറ വെക്കുന്ന കല്ലും സെറ്റാണ്. അവിടെ വേറെ വെക്കാൻ ഇതൊന്നുമില്ല. അപ്പൊ നമ്മളവിടെ ഒരു കല്ല് വെച്ചു കൊടുത്തു. പറവൊക്കെ ഇതുപോലെ അതിഭീകര വർക്ക് ചെയ്ത സിനിമയാണ്. അത് പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല. അതിന്റെ ഒരു ബിഹൈൻഡ് സീനൊന്നും ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ അമൽനീരതൊക്കെ ഇപ്പൊ നമ്മൾ തമാശക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് മറ്റേ അജയൻ ചാലിശ്ശേരിയുടെ ഗുണാക്കേവ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമൽനീരതൊക്കെ എന്താ ലൊക്കേഷനിൽ എത്തിയവരുടെ ഒരു ഭയങ്കര ആളതങ്ങനെ പുറത്ത് പറയാത്ത ഒരാളാണ് ശരിക്കും. വിഷ്വലുകൾ ആൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മനുഷ്യനാണ് മുമ്പ്. അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ആൾക്ക് എന്ത് വേണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ. ആ ഫ്രെയിമിൽ എന്ത് വേണം, അതിന് എനിക്ക് ഇത് വേണ്ട. ഇവിടെ നമ്മളിപ്പോ എന്ത് കൊട്ടാരം ഉണ്ടാക്കിയാലും ഇവിടെ ഇത് ആൾക്ക് എന്ത് വേണം എന്നുള്ളത് ആ ഫ്രെയിമിൽ വേണ്ടത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അജയൻ നല്ല വർക്കാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഭയങ്കര ഡീറ്റെയിൽ ഇതായിട്ടുള്ള വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് നമ്മുടെ ഈ ആളുകളൊക്കെ വന്ന് കണ്ട് ഇതായിട്ടുണ്ടായിരുന്നു. അവർക്കത് റിയൽ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എക്സ്പീരിയൻസ് അല്ലേ? അത് ആ ആളുകൾക്ക് ശരിക്കും കുറച്ച് ആളുകൾക്കേ പറ്റിയുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മളത് പൊളിച്ചു കഴിഞ്ഞല്ലോ. എനിക്കും അതിങ്ങനെ കാണുമ്പോൾ, ഇനി സ്ഥലം കാണുമ്പോൾ നമുക്കൊരു ഹിസ്റ്ററി മാതിരി എനിക്കും തോന്നുള്ളൂ. ഒരു നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴേ, തിയേറ്ററിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പൊ അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിസൈനറുടെ ചുറ്റുമിരിക്കുന്നവരെല്ലാം യഥാർത്ഥത്തിൽ ഈ ഗുണാക്കേവിന്റെ അനുഭവാന്തരീക്ഷത്തിൽ ഇങ്ങനെ പെട്ട് കിടക്കാണല്ലോ. പക്ഷെ നമുക്ക് അറിയും ചെയ്യാം ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നമ്മളത് അൺകോൺഷ്യസ് ആയിട്ട് അതിൽ സിനിമയുടെ മൂഡിൽ പെട്ട് കേവിനകത്താവില്ല. ഈ പടത്തിൽ ഞാൻ തന്നെ ഇത് ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൽ കട്ട് ചെയ്യണതൊക്കെ ഏത് ഭാഗത്താണ് ഇതിലേക്ക് എൻട്രി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാലോ, ഇത് എവിടെ വരുന്നത്. പക്ഷെ അതിന്റെ ഒരു വിഷ്വൽ ഇതിൽ വന്നപ്പോല്ലേ, അതിന്റെ തിയേറ്റർ ഇതായിട്ടുള്ള ഒരു വെർഷൻ വന്നപ്പോ നമുക്കത് കാണുമ്പോൾ ശരിക്കും നമ്മൾ പോലും എനിക്ക് തന്നെ ഏത് ഭാഗം ഇത് നമ്മൾ കാണാത്ത ആംഗിളുകളും വ്യൂവും ഇവർ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ ഒരു സാധനത്തിന് കാണുന്നുണ്ടായിരിക്കും, അത് കൂടാതെ ചിലപ്പോൾ അതിന്റെ ഇപ്പുറത്തുനിന്നുള്ള ആംഗിളായിരിക്കും അതിനെക്കാട്ടി ഇതായിരിക്കുക. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ അവര് അതിഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ റിയൽ സൈസ് കണ്ട ആളുകൾക്ക് ഒന്നും കൂടി ശരിക്കും അറിയാൻ പറ്റും അതിന്റെ ഉള്ളിലേക്കുള്ള ഏരിയയും അത്ര ഒരു ഇത്. പിന്നെ അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് കറക്റ്റ് സ്ഥലമായി മാറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കല്ല്, അതേപോലെ കരിയില, മറ്റേ വിറക് ഒക്കെ വീണ് കിടക്കുന്നത്, പിന്നെ മരക്കമ്പുകൾ, അതൊക്കെ കുറച്ചു ദിവസം വരുന്നപ്പോൾ തന്നെ അത്യാവശ്യം അങ്ങനത്തെ ഒരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സ്മെല്ല് മാത്രം ഇല്ല എന്ന് മാത്രം. ഒരു സ്മെല്ലുണ്ട് അതിന്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഞാൻ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഇതിനെ പറ്റിയിട്ട് ഈ ഭീകര കഥ ഞാൻ കുറെ യൂട്യൂബ് നോക്കുന്നു, ഇതിനെ നോക്കുന്നതായിട്ട് ഫസ്റ്റ് ഇറങ്ങി പോയിട്ട് കാണുന്ന ഒരു 6 മണിക്കൊക്കെ കാലത്ത്, രാവിലെ ഒരു 5 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് അതായിട്ട് പോയിട്ട് കൊട്ടും തണുപ്പ്. എന്നിട്ട് എനിക്ക് ഒരു 2-3 ദിവസം എനിക്ക് ഉറക്കം ശരിയാകുന്നില്ല, കണ്ണടയാൻ, അതായത് ഉറങ്ങാനുള്ള ഇത് കിട്ടില്ല എനിക്ക്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നമ്മളിങ്ങനെ കിടക്കും. കൊടൈക്കനാല് ഞങ്ങൾ ലൊക്കേഷൻ കാണലും പരിപാടിയൊക്കെ നടക്കും. ഞാൻ കണ്ണടച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഈ കുഴിയുടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമല്ലേ, അവിടെ ഞാൻ കിടക്കുകയാണ് അവിടെ. പക്ഷെ എൻ്റെ മുകളിലേക്കായിട്ട് ഈ കംപ്ലീറ്റ് ഈ പാറ ഇതൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് അങ്ങനെ
ഇത് നിൽക്കുക, പിന്നെ മരങ്ങളൊക്കെ നിൽക്കില്ലേ, ഞാനിതിൽ കിടക്കാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലത്ത്, ഇങ്ങനെ കണ്ണ് അടയ്ക്കാൻ പറ്റില്ല. ഇത് എന്തോ ഇതിനെ പറ്റിയിട്ടുള്ളത് ഒരു 2-4 ദിവസം ഇതിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു കംപ്ലീറ്റ് മൈൻഡിൽ ഇത്. പിന്നെ ആ ഇതുണ്ടാക്കുന്ന കാലഘട്ടം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇത് മേക്ക് ചെയ്യാം, അങ്ങനെ ഇതിൻ്റെ കുറേ ഏതൊക്കെ സൈഡിലാണ് ഇതിൻ്റെ ബാക്കി ഇത്രയും ലെങ്ത് ഉള്ളതാണ്, ഈ വെയിറ്റ് എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ കുറേ ടെക്നോ ഇതുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്തു വെക്കുക എന്നുള്ളത്, അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെൽഡ് ചെയ്തിട്ടാണ് ഇതാക്കുക, അല്ല അതിന് കറക്റ്റായിട്ടൊരു എഞ്ചിനീയറിങ് സ്റ്റൈലൊന്നും ഇല്ല. പക്ഷെ നമ്മൾ പമ്പാടി ഇതുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ആളുകളൊക്കെ നടന്ന് ഇതാക്കുക, ലൈറ്റ് അപ്പ് ചെയ്യാനും പെയിന്റ് ചെയ്യാനൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ വഴികളൊക്കെ ഇട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇതിൻ്റെ ബാക്കിൽ. അപ്പം അതൊക്കെ നമുക്കും ഭയങ്കരമായിട്ടുള്ള പേഴ്സണൽ ഏറ്റവും ഇതുവരെയുള്ള സിനിമ വെച്ചും അങ്ങനെ പേഴ്സണൽ ഏറ്റവും പ്രൗഡ് ആവുന്ന ഒരു വർക്ക് കൂടിയാണെന്ന് തോന്നുന്നില്ലേ മഞ്ഞുമ്മല്? ഇത് ഇപ്പൊ 19ാം നൂറ്റാണ്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കാണാതിരിക്കണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ പാതിരാത്രിക്കൊക്കെ ഇന്നലെ കുറെ ആളുകൾ വിളിക്കുകയാണ്. ഒരു 11 മണിക്ക് 12 മണിക്ക് 1:30 വിളിക്കുക സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, ഏതൊക്കെ ആളുകളുടെയൊക്കെ നമ്പർ തപ്പി പിടിച്ചിട്ട്. ഞാൻ പിന്നെ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് പിന്നെ വോയിസ് ആണ് ആളുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വോയിസ് ആണ് അയക്കുന്നത്. ഇത് ടൈപ്പ് ചെയ്ത് പറയാൻ നേടിയും നന്നായിട്ട് വോയിസ് പറയുമ്പോൾ എനിക്ക് ഇതുണ്ട്. അത് നമ്മൾ എവിടെയോ ഉള്ള ആളുകൾ നമ്മുടെ ഈ സിനിമേനെ ഇതിനൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഈ സിനിമയുടെ ഇതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുണാക്കേവിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 17 വർഷത്തിന് മുമ്പുള്ള ഒരു കേരളമുണ്ട്. ഈ പറഞ്ഞ മഞ്ഞുമ്മലുണ്ടല്ലോ, നമ്മളെപ്പോഴും നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്തൊരു ഏരിയ ആണ് പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാരണം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും, സെറ്റാണോ റിയൽ ആണോ എന്നുള്ളത്. പിന്നെ അതിനപ്പുറത്ത് ആ സിനിമയിൽ ലയിച്ചിരിക്കുന്നവർ പെട്ടെന്ന് ഇതിന്റെ ഡിസൈനറിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ പോവാറുമില്ല. അത് ഈവൻ മീഡിയ ഞങ്ങൾ അടങ്ങുന്നവര് ഇന്റർവ്യൂ ചെയ്യപ്പെടാൻ പോലും ഒരു മഞ്ഞുമ്മൽ പോലെ ഒരു പടം അല്ലെ 19ാം നൂറ്റാണ്ട് പോലെ അങ്ങനെ വലിയൊരു സിനിമ എന്തെങ്കിലും ഒരു പീരിയഡ് ഡ്രാമ ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ വരുമ്പോഴാണ് ഇന്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ അത്രയും ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴാണ് വരിക. ആ നിലയ്ക്ക് കൂടി ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഒരു ഇപ്പം നമ്മൾ ഇന്റർവ്യൂ നമ്മൾ മാളത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ അൺസങ് ഹീറോ ആണെന്ന് പറയുന്നത് ഷൈജു ഖാലിദിനെ പോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സെക്ടറിന് കിട്ടുന്ന ഒരു ഭയങ്കര ആദരമായിട്ട് കൂടി അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ ഒരു സിനിമയോടൊപ്പം ഈ മുന്നേ ഇതിപ്പോ വർഷങ്ങളായിട്ട് ഇപ്പോ മലയാളത്തിൽ എത്രയോ മികച്ച കലാസംവിധായകരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ദേശീയ അവാർഡിന് പോലും സംസ്ഥാന അവാർഡൊക്കെ നിരവധി 5ഓ 6ഓ പ്രാവശ്യം വാങ്ങുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സിനിമയ്ക്കൊപ്പം അതിന്റെ കലാസംവിധാനം ചെയ്ത ആളുകളെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്ത ആളുകളെ ഒപ്പം ഈ കാലഘട്ടത്തിലെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. വളരെ അവരതിന്റെ പിന്നണി പ്രവർത്തകരനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ നടന്മാർ മാത്രമല്ല. അപ്പൊ അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സപ്പോർട്ടാണ്. അവർക്ക് അഭിപ്രായം പറയാം നമ്മളോട് നേരില്. അതാണ് ഇതിന്റെ ഏറ്റവും ഇത്. പിന്നെ നമുക്കിത് അറിയാൻ പറ്റും ആളുകളുടെ എങ്ങനെ എത്രത്തോളം ആളുകൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ട്, വർക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരിക്കൽ പോലും കാണാത്ത ആളുകളല്ലേ ഇതിനൊക്കെ പറ്റി പറയുന്നത്. മുന്നത്തെ ആളുകളിനൊക്കെ നമുക്ക് ഒരു ആർട്ട് ഡയറക്ടറോടൊക്കെ എങ്ങനെ പറയാൻ പറ്റും, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും അയാൾ അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഇത് നമുക്ക് ലൈവായിട്ട് എവിടെയുള്ള ആളുകളൊക്കെ നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് നിരന്തരം ഇത് തുറക്കാൻ പറ്റാത്തത്ര നമുക്ക് ഇതുണ്ട്. അപ്പം അത് വളരെയധികം സന്തോഷമാണ്. നമ്മൊരു വേറൊരു ആർട്ടിസ്റ്റ് മേഖലകളിൽ നിന്നൊക്കെ ഞാനൊക്കെ ബോർഡ് എഴുതി വന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു എന്ത് വർഷം എന്നാ പറയുന്നത്, ഹൈപ്പർ വർഷം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് അതിൻ്റെ ഒരു ഏറ്റവും ഇതിലായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുക, താല്പര്യമുള്ള സിനിമ ചെയ്താൽ മതി. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. എല്ലാ സിനിമകൾക്കും ഞാൻ വേണമെന്ന് എനിക്ക് തോന്നാറില്ല ശരിക്കും. കാരണം വെച്ചാൽ അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്തെങ്കിലും ആയിട്ടുള്ള പണി ഉണ്ടെങ്കിൽ ഇതാവണം. പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി വേണം. അല്ലെങ്കിൽ നമ്മൾ പറയലൊക്കെ ഈ വാക്ക് ഇതിൽ പറച്ചിലും പിന്നെ ഈ പേപ്പറിൽ മാത്രമേ ഉണ്ടാവും. തിരിച്ചറിയാൻ പറ്റുന്ന നല്ല കലാഹൃദയരായിട്ടുള്ള പ്രൊഡക്ഷന്റെ ആളുകളുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെയും നമുക്ക് ശരിക്കും മാജിക്ക് കാണിക്കാൻ പറ്റും. വലിയ സിനിമ 6 അല്ലെങ്കിൽ പുഷ്പ, ഇനി എന്ത് സംഭവം ചെയ്യാൻ പറ്റുന്ന
നല്ല കലക്കൻ ആർട്ട് ഡയറക്ടർമാരുള്ള സ്ഥലമാണ് ഇത് മലയാളം. അതിഭീകരന്മാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് അങ്ങനത്തെ അവസരം വരട്ടെ, അവരെല്ലാവരും കലക്കും. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് 500 കോടി ബഡ്ജറ്റും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. വളരെ മിനിമൽ സ്ഥലത്താവും നമുക്ക് ചെയ്യേണ്ടി വരിക. അതിന് കറക്റ്റായിട്ടുള്ള ടൈമും ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും സമയം ഉണ്ടാവില്ല. നമ്മളിന്ന് ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ നാളെ അതിൻ്റെ മുകളിൽ കൊല ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനൊക്കെ സമയം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിലും അതിഭീകരമായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ബ്രഹ്മയുഗമൊക്കെ എത്രയോ നല്ല വർക്കാണ്. നമുക്ക് ഒരു വർക്ക് കാണുമ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ജ്യോതിഷിന്റെ ഭീകര വർക്കാണ് ചെയ്തത്. ഇപ്പൊ ഈ ഷൈജു ഖാലിദ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. കാരണം നമുക്ക് എപ്പോഴും അറിയാം, ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും ഈ പറഞ്ഞ DOP ആയിട്ട് ഒരു കൃത്യമായ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. കാരണം ഈ സിനിമാറ്റോഗ്രാഫർക്ക് കൺവിൻസിങ് ആവുന്ന വിധത്തിലേക്ക് ഈ ഡിസൈൻ എത്തിക്കുക, അതിനൊരു എസ്തെറ്റിക്സ് ആണെങ്കിലും അതിന്റെ വിശ്വസനീയതയാണെങ്കിലും. ഇതേ സമയം തന്നെ തിരിച്ച് ആ സിനിമാറ്റോഗ്രാഫർക്ക് അത് ഉൾക്കൊണ്ട് ചെയ്യാനും ആവണം ഈ പറയുന്ന സിനാരിയോ. ഇപ്പം നേരത്തെ അമലിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് ഈ സ്പേസിൽ ഇത്രയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ആളുകൾ വിചാരിക്കുന്നതിലെല്ലാം ഒരു വീട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടൊരു വീടല്ലല്ലോ ചെയ്യുക. ഒരു വീട്ടിൽ തന്നെ 3-4 വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ അതിലൊരു തരം ഒരു കൺകെട്ട് കൂടി ഉണ്ടല്ലോ സിനിമയുടെ രീതിയിൽ. അപ്പൊ ഈ കൊളാബറേഷനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാറുള്ളത്. നിങ്ങൾക്കിടയിലുള്ള അതൊരു വല്ലാത്തൊരു തരം പൊരുത്തം ഉണ്ടല്ലോ, ഒരു പരസ്പര വിശ്വാസം ഉണ്ട് അതില്, ഒരു പരസ്പര ആദരവുണ്ട് നിങ്ങൾക്കിടയിൽ. അല്ല, ഷൈജു ഖാനെ ഞാൻ ഇടുക്കി ഗോൾഡ് എൻ്റെ രണ്ടാമത്തെ ഒരു സിനിമ മുതൽ ഞാൻ പരിചയമുണ്ട്. അപ്പോൾ അത് അവർക്ക് എന്താണ് ആവശ്യം എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം, പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നമ്മളത് അവിടെ ആ സ്ഥലത്തിന് വേണ്ടത് എന്താണ് ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് വേണ്ടത് ഞാനതാണ് നോക്കുക. സിനിമയ്ക്ക് എന്തെങ്കിലും വേണോ, ആ സ്ഥലത്തിന് എന്തെങ്കിലും നമ്മുടേതായിട്ട് ചെയ്യാനുണ്ടോ, അത് ആൾക്ക് അത് ഭയങ്കര ഹാപ്പി ചെയ്യുന്ന ഒരാളാണ്. എന്നോടൊക്കെ വളരെ ഇതായിട്ട് ഇപ്പൊ ഷൂട്ട് എവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന സാധനം ഇല്ല, അങ്ങനെ യാതൊരുവിധ വാശികളും ഇതൊന്നും ഇല്ലാത്ത. പക്ഷേ അതേസമയം തന്നെ ഷൈജു നല്ല കണിശതയുള്ള പെർഫെക്ഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആളുവാണല്ലോ. അല്ല, നമ്മൾ അതാണെങ്കിൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കറിയാലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളല്ല. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ ടോണുകൾ എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മളത് ചെയ്തു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മള് സിനിമയ്ക്ക് വിട്ടുപോകാനോ അതൊന്നും അല്ല നമ്മളിതാണ്. അവർക്ക് എന്താണ് ആവശ്യം, അവരെന്താണ് ആവശ്യം, അത് നമുക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നേരത്തെ ഈ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ആലോചിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഗുണാക്കേവ് എന്നുള്ള ഒരു സെറ്റ് ഡിസൈൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ്റെ സാധ്യത കൂടി ചിദംബരം മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ സ്വയമായിട്ട് ഇങ്ങനെ ഒരു സിനിമ കൺസീവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഉറപ്പായും റിയലിസ്റ്റിക് ലൊക്കേഷനിൽ പോയിട്ട് ഈ പടം എടുത്തിട്ട് വരാമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതായത് കമൽഹാസൻ ഗുണ ചിന്തിച്ച സമയത്തുള്ള ചിന്തയായിരിക്കില്ലല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിന്ത. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എല്ലാം തലയിലുള്ള ഒരു സ്റ്റോറി വേൾഡ് ഉണ്ട്. ചിലപ്പം അത് അൺഫിലിമബിൾ ആയിരിക്കും. ഈ പറയുന്ന സെറ്റൊക്കെ ഡിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ടും സാധിക്കണം എന്നുമില്ല. ഈ ചിദംബരം ഇത് ഇനീഷ്യലി എങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഈ ഗുണാക്കേവിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ സംഗതി? ഇത് ഓക്കെ, ഇത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഞാൻ സത്യത്തിൽ ചിദംബരത്തിനെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. കൊടൈക്കനാൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൽ ഇവിടെ വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്ക് പോയിട്ട് കാണണം. എന്നെ ജാനമനും ഇതേമാതിരി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പ്രൊഡ്യൂസർ ഇല്ലേ ഷോൺ, നമ്മള് മാഷിന്റെ പ്രതികാരം പോലെ ഒരു ചെറിയൊരു പയ്യൻ വരുന്ന ഒരാളാണ്. അപ്പോ എന്നെ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറെ ഒരു സിനിമ ഒരു സമയത്ത് എടുക്കുന്ന കാരണമുള്ള ഒരു കുറെ ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ സിനിമകൾ. അപ്പൊ കുറെ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ വരണം, ഇത് അധികം ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഞാന് എന്തായാലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് എങ്കിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമയുടെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ നമുക്കൊരു പരിപാടി ഉണ്ട്, നമുക്കതിലൊരു കേവൊക്കെയാണ് അതിൽ വരുന്നത്, അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേവിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഗുണാക്കേവിനെ പറ്റിയിട്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാനും കണ്ടതാണ്. നമ്മളൊക്കെ ഏതോ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ യൂട്യൂബിലൊക്കെ ഇരുന്ന് അതിന്റെ കണ്ടു. കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ പഴയ വീഡിയോസ് ആണുള്ളത്, ഒരു 10 വർഷം മുന്നേ. ഒന്നുമില്ല, ഒക്കെ എന്തോ ഒരു ഇതിലൊക്കെ എടുത്തിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറെ പടങ്ങളാണുള്ളത്.
അപ്പോൾ അത് വെച്ച് പിന്നെ അതിൻ്റെ നമ്മൾ വ്യത്യാസങ്ങളൊന്നും അധികം വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിലൊന്നും. പിന്നെ നമ്മൾ ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് ടഫായിട്ടുള്ള പരിപാടിക്കാണ് പോണതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇതിൻ്റെ ഒരു സാധനം പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് ആദ്യം ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കിതിന് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര ഇതായാലും എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിന് ഏകദേശം വരുന്നു, ഞാൻ അതിന് കുറേ കാലം ഇത് നമുക്കൊരു കുറേ പില്ലറുകളുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും, ആ സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്നൊക്കെ പറയാൻ പറ്റും. ഇത് യാതൊരു തരത്തിലും ഇതില്ല. ഇത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ദിവസം തോറും വെൽഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് സപ്പോർട്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ടഫാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മളത് ചെയ്യാന്നുള്ള ഇതിലേക്ക് തന്നെ ഞാൻ ഇത് ഉണ്ടായിരുന്നു. അത് കാരണം ഇത്രയും ആളുകളെ വെച്ച് വേറെ എവിടെയും കൊണ്ടുപോയി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ എല്ലാ ആളുകൾക്കും അറിയാം ഗുണാക്കേവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് അറിയാം. ഒരുവിധ ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട് ആ ഒരു ഇതിലൊക്കെ. പക്ഷെ ഇപ്പൊ ബാൻ ചെയ്തെങ്കിലും കുറേ പേര് അതിൽ പോയി, ഞങ്ങൾ പോയുള്ള സ്ഥലമാണ്. എന്നോടൊക്കെ പറയും, അത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പക്ഷെ ഇതുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഗ്രില്ല് എന്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നിട്ട് തന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ പറയും. നമ്മൾ അങ്ങനത്തെ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പറ്റിയുള്ള ടെക്സ്ചറുകൾ, അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ മണ്ണ് കിടക്കുന്നു, ചളി എവിടെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള കളർ ടോൺ എന്താണ്, ഇതിൻ്റെ ഒക്കെ റെഫറൻസസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഫോട്ടോ ഒന്നും എടുത്താൽ ചിലപ്പോൾ ഇത് കിട്ടില്ല. അവിടെ അത്രയും ഡീപ്പ് കളറാണ്. അതിന് മുകളിലുള്ള പൂപ്പലുകൾ, ചെറിയ ചെറിയ പൂക്കൾ, ഒരു തരം കൂണുകൾ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ സാധനം ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ എപ്പോൾ അതിൽ പോയി കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലുകൾ നമ്മൾ നോക്കും. പിന്നെ ഇത് പല സീസണിലും, നമ്മളൊരു മഴ സീസണിലാണ് ഒരു പ്രാവശ്യം പോയിട്ടായിരുന്നത്, ഫുൾ പച്ചപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ വേറെ തരത്തിലാണ് കിടക്കുന്നത്. പിന്നെ കുത്തിയൊലിച്ച് മരങ്ങളും ഒക്കെ ഒടിഞ്ഞ് വീണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മുകളിൽ നിന്നൊക്കെ വീണത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത്. അങ്ങനെ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണ്. പക്ഷെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയങ്കര പണിയായിരിക്കും. ഇവർ ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ ആംഗിൾ വരുമ്പോൾ ഇത് തിരിച്ച് ഇതിൻ്റെ അതേപോലെ തിരിച്ച് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് വെച്ചാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ടഫാണ്, പക്ഷെ നമുക്കത് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ മുകളിലാണ് ഞാനത് ഇതാക്കിയത്. ഈ പിന്നെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രധാനപ്പെട്ട മൊമെന്റിൽ ഈ പറഞ്ഞ യഥാർത്ഥ ഗുണയുടെ ഒരു ട്രിബ്യൂട്ട് തന്നെയാവുന്നു സിനിമ. പേഴ്സണലി ഈ കമൽഹാസൻ ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഗുണക്കേവ് കമൽഹാസൻ കൂടി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ടാൽ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അതെ, അതായത് ആ പേരിൽ വന്ന ഒരു സാധനമാണ് ഗുണ കേവ്. മറ്റേ അതിന് മുന്നേ ഡെവിൾസ് കിച്ചൺ അറിയപ്പെടുന്നത്. അപ്പൊ അത് നമ്മളത് അതേപോലെ റീക്രിയേറ്റ് ചെയ്യണു. ഏതോ ഒരു നമ്മൾ പെരുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏതോ ഒരു മറ്റൊരു കാലത്ത് മറ്റൊരു ഇതുപോലെ നമ്മൾ ചെയ്ത് അത് വർഷങ്ങൾക്ക് ശേഷം അത് അവർ കാണുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ആളുടെ സിനിമ ഈ ഗുണ കേവ് എന്നൊക്കെ ഇരുന്ന് സിനിമ നമ്മൾ കാണുക, അതിലത്തെ പാട്ടുകളും എപ്പോഴും കേൾക്കും. ഭയങ്കര ഇളയരാജ ഭയങ്കര ഹിറ്റ് ഇതല്ലേ. അപ്പൊ അത് സന്തോഷം തന്നെ. ഈ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കണ്ടല്ലോ, ഒരു ഇപ്പം ഞാൻ ഇതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിസൈൻ ഇതിനപ്പുറത്ത് എന്തായിരുന്നു ഒരു പേഴ്സണൽ ഹാപ്പിനെസ് എന്തായിരുന്നു? സിനിമ മൊത്തം ഈ ക്രൂവിന്റെ കൂടെയാണല്ലോ കാണുന്നത്. അത് നല്ല ഹാപ്പിയാണ്, പറയാൻ പറ്റാത്ത ഹാപ്പി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ്, അത് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി സിനിമയുടെ ഒപ്പം തന്നെ അതിന് ആളുകൾ കാണുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിന് വേറൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് വളരെ ഇന്നർ ഹാപ്പിനെസ്. അങ്ങനെ നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് വീണ്ടും എൻ്റെ ഒപ്പം കൂടുതൽ ചാർജായി വർക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ അതുകൂടി ഉണ്ടല്ലോ. നമ്മളെന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യല്ല, അവർക്കും ഇത് നമ്മൾ സീരിയസ് പരിപാടിയാണ് ചെയ്യുന്നതെന്ന് അവർക്കും ഭയങ്കര ബോധമായിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഒപ്പം നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അതും വളരെ സംഭവമാണ്. പിന്നെ നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ ഇനി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇതുവരെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത സെറ്റുകളൊക്കെ വെച്ച് പ്ലാൻ ചെയ്യട്ടെ ആളുകൾ. നമുക്ക് ഇത് വേറെ നിലയ്ക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കൂടി ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ ഒരു സർവൈവൽ ഡ്രാമ, ഒരു റെസ്ക്യൂ ഒക്കെ ഉള്ള സിനിമ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയാൽ ഈ കഥ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് പറയുമല്ലോ. നമ്മുടെ സ്ഥിരം കഥകൾക്ക് ഈ പറയുന്ന ഇതിന്റെ ഒരു സെറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ സെറ്റിന്റെ
എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ട് നമുക്കൊരു സ്റ്റോറി എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസ്, അതിനൊരു ബെഞ്ച് മാർക്ക് കൂടിയായിട്ട് മഞ്ജുവിന് മാറും തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ബഡ്ജറ്റുകളാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഈ കോവിഡിന് ശേഷം വരുന്നത് കുറച്ച് ഇതായിട്ടുള്ള ഒരു ഇതാണ്, ആളുകളാണ്. അതായത് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോക സിനിമകൾ കണ്ടു തീർത്തൊരു ആളുകളുടെ മുന്നിലേക്കാണ് നമ്മൾ പഴയ കഥകളായിട്ട് വീണ്ടും വരുന്നത്. ഈ കോവിഡ് ടൈമിൽ 4 വർഷത്തോളം നിരന്തരമായിട്ട് ആളുകൾ ലോകത്തുള്ള എല്ലാ സിനിമകളും കണ്ടു തീർത്തുണ്ടാവും. മൊബൈലിലുണ്ട്, TV-യിലുണ്ട്. ഒരു സ്വിച്ച് വെക്കി കഴിഞ്ഞാൽ ലോകത്ത് ഏത് സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് തന്നെ ഈ പഴയ സ്റ്റൈൽ കഥകളൊക്കെ ആയിട്ട് വരുന്നതാണ് ഏറ്റവും ഒരു ഇത്. അത് ആളുകൾക്ക് നമുക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അത് ഒരു പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ കൊടുത്ത് കാണുന്ന ഒരു ആൾക്ക് ആ ഒരു സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. അത് തന്നെ എത്രയോ സിനിമകൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ചിലതിന്റെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങണ്ടില്ലേ, ഇത് അത് എങ്ങനെ നമ്മൾ കാണാൻ എന്തിന് പോകണം എന്നുള്ള ഒരു സാധനം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ആ സിനിമ ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് നമ്മളത് കാണുന്നത്? ചിലതൊക്കെ വരുന്നു പോകുന്നു, ഒരാളും അറിയാതെ, അത് എത്രയോ കോടികൾ നഷ്ടം. അതിന്റെ പ്രൊഡ്യൂസർ ചിലപ്പോൾ ആദ്യത്തെ സിനിമയായിരിക്കും, ആളുവിനെ സിനിമ എന്ന് കേട്ടാൽ തന്നെ ആ പരിസരം വരില്ല. അങ്ങനെ ഒരുപാട് ഇത് വരാം. അതിൽ ചിലതൊക്കെ നല്ല സിനിമകളും ഉണ്ടെങ്കിൽ വലിയ സിനിമകളുടെ ഇടയിലൊക്കെ പെട്ടിരുതാവും. പക്ഷെ നല്ല സിനിമയ്ക്കും ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത് സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഒരു നല്ല സിനിമയാണ് അങ്ങനത്തെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്, ഇനിയും ആളുകൾ ഇനി വരട്ടെ എന്നാണ് ഞാൻ പറയണത്. ഇനി അതിന് പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതിഭീകരന്മാരുടെ കേന്ദ്രമാണ് ആർട്ട് ഡയറക്ടർമാർ. അപ്പൊ അത് നല്ല ആളുകൾ, ഒരുപാട് ചോയ്സ് ഉണ്ട് ആളുകൾ. അവനെ ചൂസ് ചെയ്യാം, ആരെ വേണമെങ്കിലും ഇതാക്കാം. ഓരോരുത്തരതനുസരിച്ച് അവര് ഓരോ അതിൻ്റെയൊക്കെ ഓരോ ആളുകൾക്കും പ്രത്യേക തരത്തിലുള്ള വർക്കിന്റെ ഇതുണ്ട്. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരട്ടെ, നല്ല ഇനി വലിയ പ്രൊജക്ടുകൾ വരട്ടെ എന്ന് ഞാൻ പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ ടൈറ്റിൽ എഴുത്തിൽ തന്നെ ഈ മരമുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പിന്നെ ഉണ്ടാക്കിയെടുത്ത മരം. പോസ്റ്റർ മഞ്ഞുമൽ ബോയ്സിലെ ബോയ്സ് എന്ന് എഴുതിയതിൽ തന്നെ മരത്തിന്റെ ഡിസൈൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആദ്യം വന്ന പോസ്റ്റർ ഏറ്റവും എക്സൈറ്റ്മെന്റും ഈ മരത്തിൽ ഇത്രയും സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കുന്നതായിരുന്നു. അപ്പം മരത്തിലിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അത് മരമാണെന്ന് തോന്നിയിട്ടില്ല എന്ന് നമ്മുടെ ഇന്റർവ്യൂല് പിന്നെ ഷൈജു പറയുന്നുണ്ട്. ഇവർ ഓരോ ആളുകളും പറയുന്നുണ്ട് ഇത്രയും പേരെ കയറ്റിയിരുത്തുക എന്ന് പറയുന്നത്. ഞാൻ അത് ഒരു ആ പോർഷൻ കൺസീവ് ചെയ്ത് എങ്ങനെയായിരുന്നു? അല്ല, അത് ആദ്യം തന്നെ അത് ആ ചിത്രം വരച്ചത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന നിതിൻ KP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, യുവ ആർട്ടിസ്റ്റാണ്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. അത് ആ പോസ്റ്റർ ആളാണ് ചെയ്തത്. അത് ഇവര് പഴയൊരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. അതായത് ഈ അവര് അവിടെ ടൂറിന്റെ ഒരു ടൈമിൽ കൊടൈക്കനാലിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ചിത്രം, ആ ഫോട്ടോ ആണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അത് അതിന്റെ സ്ഥലത്ത് തന്നെ വെച്ച് വരച്ച് എടുക്കുകയാണ് ചെയ്തത്. അതേപോലുള്ള സ്ഥലം നമ്മള് പില്ലർ റോക്കിന്റെ അവിടെയാണ് ഇത് സത്യത്തില്. പക്ഷെ പില്ലർ റോക്കിന്റെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടൈലൊക്കെ ഇട്ടിട്ട് മാറിപ്പോയി ആകെ. അവിടെ വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്, കടകൾ വന്ന് ആകെ മാറി. പക്ഷെ ഇവര് പോകുന്ന സമയത്തുള്ള പില്ലർ റോക്കിന്റെ അവിടെ ഈ മരമുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ പില്ലർ റോക്കും കാണാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ മരമില്ല, അവിടെ ആ കടകളും പിന്നെ അവിടെ വേറെ മറ്റേ സ്റ്റീലിന്റെ മറ്റേ ബാരിക്കേഡ് ഇതൊക്കെ വെച്ചിട്ട് വേറെ ടൈപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ആ സ്ഥലം കാണിക്കുന്നതിന് അതുപോലെയുള്ള വേറൊരു സ്ഥലം കണ്ടെത്തി. പില്ലർ റോക്ക് പോലെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ ബാക്കിൽ ആകെ ഒരു ചെറിയൊരു മരം ഉണ്ടായിരുന്നു, ഒരു ചെറു മരം. അതിന്റെ ബാക്ക് ആ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ കണ്ടത്. അതിന്റെ ബാക്കിൽ മലനിരകളുണ്ട്, അവിടെ നമുക്ക് പില്ലർ റോക്ക് നമുക്ക് CG-യിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ മരം കണ്ടെത്തിയപ്പോൾ മരം ചെറുതാണ്, ആകെ 4 ഇതുള്ളൂ അതിന്. അങ്ങനെ അതിന്റെ മുകളില് 2 മരങ്ങള് സെറ്റ് ചെയ്ത് വെച്ചു. മരത്തില് 2 വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തു. അതിനുശേഷം ആ മരത്തിനെ നമ്മൾ വീണ്ടും മോൾഡ് എടുത്ത് സൈസ് ആക്കിയിട്ട് 10 പേർക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില്ലകൾ നമ്മൾ ഇരുമ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു അതിൽ മൊത്തം. അല്ലാതെ ഇവർക്ക് ഇത്രയും ആളുകളുണ്ടല്ലോ, ഈ ആളുകൾക്ക് സുഖമായിട്ട് ഇരിക്കുന്ന അതിനനുസരിച്ചുള്ള വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഈ ചെറിയ മരം നിൽക്കുന്ന ഒരു കുഴിയിലാണ്. അപ്പൊ നമ്മൾ ഒരു 10 അടി ഹൈറ്റ് പൊക്കിയിട്ട് അവിടെ പ്ലാറ്റ്ഫോം അടിച്ചിട്ട് അതിന് മുകളിൽ പുല്ലിട്ട് കംപ്ലീറ്റ്.
അത് ശരിക്കും കുഴിയുടെ മുകളിലാണ് ഈ മരം പോലും നിൽക്കുന്നത്. അങ്ങനെ ആ മരം കംപ്ലീറ്റ് അതിൻ്റെ ടെക്സ്ചറില്ലേ, അത് ഞങ്ങൾ എൻ്റെ ഇപ്പോൾ സജു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് അങ്ങനത്തെ അവർ അതിഭീകരന്മാരായിട്ടുള്ളതാണ്. അത് നമ്മളത് പറഞ്ഞു കൊടുത്താൽ മതി. ഈ മരത്തിൻ്റെ ടെക്സ്ചർ വേണം, ഈ മരമായിട്ട് ഇതാവണം, അതിന് പൊത്തുകൾ വേണം, അതിൻ്റെ മുകളിൽ നിന്ന് കറ വേണം. അത് ആ എഫക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഷേപ്പൊക്കെ ഇന്ന ഭാഗത്തേക്കാണ് ഷേപ്പ് അതിൻ്റെയൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സാധനം ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ച ആ മരം ഒരു സെറ്റാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആ ക്യാമറ വെക്കുന്ന കല്ലും സെറ്റാണ്. അവിടെ വേറെ വെക്കാൻ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ ഒരു കല്ല് വെച്ചു കൊടുത്തു. കല്ല് അവിടെ കുറേ ഈ കരിങ്കൽ പോസ്റ്റുകളുണ്ട്, കരിങ്കൽ വേലി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ആ ഏരിയയിലേക്ക് കടക്കരുത് ബാൻ ചെയ്ത് വെച്ചുന്ന കമ്പി വേലിയൊക്കെ ഉണ്ട്. ആ കമ്പി അതൊക്കെ സെറ്റാണ്. നമ്മൾ അതൊന്നും ആളുകൾ തിരിച്ചറിയാൻ പറ്റില്ല. ആ കമ്പി വേലിയും അവിടെ കരിങ്കലിന്റെ തൂണുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഡമ്മി സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്ത മാതിരിയുള്ള എഫക്റ്റ് അതിനെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ വെക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അവിടെ ഉള്ള വെച്ച പാറ. അല്ലാതെ അവിടെ പാറ നമുക്ക് വേറെ വെക്കാൻ പറ്റില്ല. ആ അളവിന് വേണം, ക്യാമറ വെക്കണം, വരുന്ന ഫോട്ടോ വേണം. അപ്പൊ നമ്മൾ വേറെ ഒന്നും ഇതില്ല, നമ്മൾ അതിനനുസരിച്ച് ഒരു പാറ വെച്ചെടുത്തത് തന്നെ. ഈ ഇനരിറ്റുവിന്റെയും ടെറൻസ് മാലിക്കിന്റെ ഒക്കെ പടം ചെയ്തിട്ടുള്ള ജാക്ക് ഫിസ്ക് പ്രൊഡക്ഷൻ ഡിസൈനർ എപ്പോഴും പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇനരിറ്റിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ഡിമാൻഡ് പ്രകാരം ചെയ്യുന്ന ആയിരിക്കില്ല നോക്കുക, സിനിമയ്ക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. അതായത് പുള്ളിയുടെ ഒരു പിടിവാശിയും കടുംപിടുത്തമൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഈ മലയാളത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ പറയുമ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർമാർക്ക് ശരിക്കും ഭയങ്കരമായൊരു ഗുസ്തി കൂടേണ്ടി തന്നെ പല ഘട്ടങ്ങളിലും വരാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിസൈൻ ഇത്രയും ബജറ്റോ, ആർട്ടിന് ഇത്രയും മാറ്റി വെക്കണം എന്നുള്ളത്. ബാക്കി എല്ലാത്തിലും ഓക്കെ ഡൺ എന്ന് പറഞ്ഞാൽ എസ് പറയുന്നിടത്ത് ചിലപ്പോൾ ഏറ്റവും വിമുഖത പറ്റാത്തത്, അല്ലെങ്കിൽ ആദ്യം സമ്മതിക്കുകയും ആ സ്റ്റോറി വേൾഡിന് ഇങ്ങനെയൊക്കെ വേണം സമ്മതിക്കും, പിന്നെ എന്നാൽ കുറച്ച് കട്ട് ചെയ്തേക്കാം, ഒഴിവാക്കിയേക്കാം എന്ന് തോന്നുന്നൊരു സിനാരിയോ എപ്പോഴും പ്രൊഡക്ഷൻ ഡിസൈൻ്റെ കാര്യത്തിലുണ്ടല്ലോ. അപ്പം ഉറപ്പായും മഞ്ഞുമ്പൽ പോലത്തെ സക്സസ് ഈ മാറി ചിന്തിക്കലിന് കാരണമാവും. എന്നാൽ പോലും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ്റെ കാര്യത്തിൽ എപ്പോഴും പ്രൊഡക്ഷൻ ഹൗസ് മാറി ചിന്തിക്കാത്തൊരു പ്രശ്നം പലപ്പോഴും വരാറില്ലേ? എനിക്ക് തോന്നുന്നത് നമുക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് എന്തായാലും അതായത് ഇറക്കണം എന്നുള്ള ഇതിലാണ്. അത്രയും ചെലവ് ചെയ്യേണ്ടി വരും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ചില സിനിമകളൊക്കെ ഓവർ കോൺഫിഡൻസിന്റെ മുകളിലൊക്കെ ഒരുപാട് പൈസ, ഒരുപാട് സെറ്റുകൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ സിനിമ നമ്മൾ കാണാതെ പ്രേക്ഷകരിൽ എത്താതെ പോകുന്നത് ഭയങ്കര സങ്കടം. കാരണം വെച്ചാൽ അതൊരു മറ്റു ക്രൂവിൻ്റെ ഒക്കെ മികച്ച വർക്കുകൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ആർട്ട് ഡയറക്ടറുടെ വർക്ക് ഉണ്ടായിരിക്കും, സെറ്റുകൾ ഉണ്ടായിരിക്കും, ആ മികച്ച അതിൽ സോങ് മാത്രം നല്ലതുണ്ടായിരിക്കും, ബാക്കി സിനിമ മാത്രം, അതൊക്കെ പറഞ്ഞത് എല്ലാം കൂടി ചേരുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഭീകരമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ആർട്ടിന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അതിന് പൈസ ചിലവാക്കാൻ മടി ഉണ്ടായിരിക്കും. അത് അത്ര മതി അല്ലെങ്കിൽ ഇങ്ങനെ മതി. അത് ചിലതിലൊക്കെ അങ്ങനെയാണ് പ്രശ്നം. പലതരം പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ പറയണത് മാത്രം പ്രൊഡ്യൂസർക്ക് കേൾക്കാനൊന്നും ഉണ്ടാവില്ല. അയാൾ ചിലപ്പോൾ അതിന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും, ഒരു സെറ്റ് ഇടണം സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും അത് വേറെ ഒരു ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ്. നമ്മളിവിടെ റൂമിൽ ഇരുന്നിട്ടാണ് അതിൻ്റെ ബഡ്ജറ്റും ഇതൊക്കെ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ സിനിമ കഥ കേട്ടിട്ട് എത്ര ബഡ്ജറ്റ് ചോദിക്കുന്ന കാലഘട്ടമാണിത്. ഒരു കഥ നമ്മളോട് പറയും, എന്നിട്ട് ഇതിന് എത്ര പൈസ വരുന്നു ചോദിക്കും. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമുക്കിത് പറയാൻ പറ്റുക? ഈ സിനിമയ്ക്ക് അവിടെ എവിടെ ലൊക്കേഷൻ എന്താണ്, അവിടെ എന്ത് വേണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നുമില്ലാതെ കഥ കേട്ടില്ലേ എന്നിട്ട് അതിനൊരു ബഡ്ജറ്റ് ചോദിക്കും നമ്മൾ. പക്ഷെ എനിക്കൊന്നും അങ്ങനെ അറിയില്ല, അതിന് കൊടുക്കാനോ അറിയില്ല. നമുക്കൊരു സ്ഥലം കണ്ട് ആ ഡയറക്ടർ എന്താണ് അവിടെ ആ കഥയ്ക്ക് എന്ത് വേണം, ആ ഡയറക്ടർക്ക് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് എന്താണ്, അതിനനുസരിച്ചൊരു സാധനങ്ങളാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ളത് ആ വിഷ്വലിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഇതാക്കണം. പിന്നെ ചില പരിമിതികളിലൊക്കെ നിന്ന് ചെയ്യുന്ന സിനിമകളും ഇവിടെ ഭയങ്കര ഹിറ്റുകളാവും. വളരെ പൈസ കൂടിയുള്ള സിനിമകൾ ചിലപ്പോൾ ഇവിടെ തകർന്നടിഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഇങ്ങനെ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് ഇതായി. ഇന്നലെ നമ്മുടെ ഈ മഞ്ഞുമലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാണ് ശരി. അതല്ല ആ മറ്റേ ഇളയരാജ സാറിന്റെ ഒക്കെ ആ സോങ് കേൾക്കുമ്പോൾ അതിന്റെ വേറൊരു വെർഷനായി ചിലപ്പോൾ ഇതിൽ കാണുണ്ടാവുക. നമ്മൾ അതിന്റെ ഒരു പ്രേമത്തിന്റെ വെർഷനാണ് ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുക. ഗുണയിലെ ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ വെർഷനും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, അതാണ് അവിടെ ഇത്.
അപ്പോൾ നമ്മളെ എവിടെയെങ്കിലുള്ള ആളുകളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെ കണക്ട് ആവുന്ന ഒരു വിധം മനുഷ്യന്മാരൊക്കെ അങ്ങനെ കണക്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഇതിൽ. ചില ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ ഈ ചെറുതോണി സ്കൂളൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഇടുക്കി ഗോൾഡിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ അത് മതി, ആ ആർട്ടിലേക്ക് സ്കൂളിന്റെ ഡിസൈൻ തന്നെ മാറുന്ന സിനാരിയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു മുൻകാലത്തെ ഇപ്പം നമ്മളുടെ ഓർമ്മയിലുള്ള ഒരു കാലത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഹാപ്പിനെസ്സും ഉണ്ടാവും, പക്ഷെ അതേസമയം തന്നെ അത് ഒരു ടാസ്ക് ഉണ്ടല്ലോ. ചിലപ്പോൾ അന്നത്തെ ഡിസൈൻ, അന്നത്തെ ഫോട്ടോഗ്രാഫ്സ്, ഇതിന്റെയൊക്കെ റെഫറൻസ് എങ്ങനെയായിരിക്കും? കാരണം വെച്ചാൽ റാണി പത്മിനിയിൽ പഴയ കാലമുണ്ട്, പിന്നെ ഇതില് പിന്നെ ഇടുക്കി ഗോൾഡിൽ അങ്ങനെ ഒരു പഴയ കാലം പുനരവതരിപ്പിക്കപ്പെടണം. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ, അത് കവലയാണേലും സ്ഥലമാണേലും. അല്ല, നമ്മളൊക്കെ ഇത് നിരന്തരമായിട്ട് നോക്കി നടക്കുന്ന ഒരാളാണ്. ഞാനൊരു ചെറുപ്പം മുതൽ ഈ ബോർഡ് എടുത്ത് അങ്ങനെയൊക്കെ വണ്ടികളുടെ നമ്പറോ അല്ലെങ്കിൽ അതെങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അത് ഇപ്പം ചുമരിൻ്റെ മുകളിൽ പരസ്യം പതിക്കരുത് എന്ന് എഴുതി വെക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ചെറിയ തകിട് ബോർഡിൽ അത് മുതൽ അതിൻ്റെ മുകളിലേക്ക് വലിയ ബ്രാൻഡ് എൻ്റെ ലോഗോയിൽ എന്തൊക്കെ ചെയ്തു മാറ്റങ്ങൾ നോക്കി കണ്ടുപഠിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ. പക്ഷെ അത് എൻ്റെ മുന്നിൽ അതങ്ങനെ തന്നെ വന്നു. നമുക്ക് എന്താണ് ആ കാലഘട്ടത്തിലേക്ക് ആവശ്യം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഞാൻ രണ്ട് കാലഘട്ടത്തിൽ കൂടി ജീവിച്ചു വരുന്ന ഒരാളായ കാരണം ഡിജിറ്റലിൽ നിന്ന് നമ്മളൊരു കാസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ടേപ്പ് റെക്കോർഡർ വേണം, അതിനൊരു ആ സെറ്റ് വേണം, പിന്നെ അതിന് കറണ്ട് വേണം, അല്ലെങ്കിൽ ബാറ്ററി ഇട്ടിട്ടാണ് പാടിക്കാൻ പറ്റുള്ളൂ. ഒരു കാസറ്റ് ഫുള്ളായിട്ട് പാടുമ്പോഴും അതിൽ ബാറ്ററി കഴിയുന്ന അങ്ങനത്തെ നമ്മുടെ കയ്യിൽ കറണ്ട് ഇല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ചു വന്ന ഒരാളായ കാരണം എനിക്ക് ഇങ്ങനത്തെ തെരുവുകളെ പറ്റിയിട്ട് നല്ലതാണ്. ഞാൻ പിന്നെ പാലക്കാട് ജില്ലയുടെ ബോർഡറിൽ ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനൊക്കെ ഇതാവുന്നത്. ഞാനിപ്പോഴും പല സ്ഥലങ്ങളിലും ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ കവലകൾ അതേപോലെ കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല. അവിടെയുള്ള ചിലപ്പോൾ മൊബൈലിന്റെ ബോർഡ് ഇതൊക്കെ അല്ലേ, അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു 80 കാലഘട്ടത്തിലേക്കൊക്കെ പോകും. പിന്നെ ഇപ്പോഴും പഴയ തെരുവുകളൊക്കെ കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളെ പറ്റിയിട്ടൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ട്. അതിന്റെ ഗ്രില്ല് എങ്ങനെയായിരിക്കും, അതിന്റെ ക്രാസ് എങ്ങനെയായിരിക്കും, അവിടെ ഇപ്പൊ ഒരു കട എങ്ങനെ ഉണ്ടായിരിക്കും, അവിടെ ഈ പലക ഇട്ടുള്ള ഷട്ടർ അങ്ങനെയുള്ളതിന് പകരം പലക, നിരപ്പലക എന്നൊക്കെ പറയും, അങ്ങനെയുള്ളതായിരിക്കും. അവിടെ പലചരക്ക് കടയിൽ അങ്ങനെ നമ്മൾ അതിനെ പറ്റിയുള്ള റെഫറൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഞാനൊക്കെ ജീവിച്ചു വന്ന ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇതറിയാം. പിന്നെ ആ ഒരു പ്രോപ്പർ ആ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിവരം ഇതുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ആർക്കിടെക്ചർ ഗ്രാമങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കെട്ടിടങ്ങളുടെ രീതി ഗ്രാമ നഗരങ്ങളിൽ നിന്ന് മനസ്സിലാവാത്ത രീതിയിൽ കെട്ടിടങ്ങള്, കവലകൾ ഇതെല്ലാം ഇല്ലാതായി മാറി. അല്ലെങ്കിൽ ഒരു കവല, അവിടെ ഒരു മരം, അങ്ങനെ ഞാൻ നമ്മളുടെ കാഴ്ചയിലേക്ക് വരുന്ന നമ്മുടെ ഒരു 360 ഡിഗ്രി വിഷ്വൽ മെമ്മറിയിലേക്ക് വരുന്ന സംഗതി മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു 90, 80 എന്നൊക്കെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രാച്ച് മുതൽ പണിയെടുക്കേണ്ടി വരും. അത് നമ്മൾ ആ സ്ഥലം നമ്മൾ അത്തരം ഒരു ഇത് മാത്രമാണ് ആവശ്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് സെറ്റ് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ്. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു 4-5 കടകൾ നിൽക്കുന്ന ചെറിയൊരു തെരുവാണ്, നമുക്ക് കുറച്ച് വിഷ്വലിനൊക്കെ വേണ്ടി അവിടെ പുഴ ഈ ഭാഗത്തൂടെ വേണം, അല്ലെങ്കിൽ നല്ല ലാൻഡ്സ്കേപ്പിന്റെ പരിസരമായിട്ടുള്ള ഒരു റോഡ് ഇങ്ങനെ ഉണ്ടായിരിക്കും, അതിന്റെ കുറച്ച് പുറത്ത് കുറച്ച് കടകൾ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാന്നുള്ളത്. അതൊന്നും ഒരു അത്ര വിഷയമായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എത്ര കട വേണമെന്നാണ് നമ്മളൊക്കെ ചോദിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു 40-50 കടകൾ, മാർക്കറ്റോ ഇതൊക്കെ അടിക്കുക ഇതില്ല. ഞങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ ഒരു മാർക്കറ്റ് അടിച്ചൊരു പുഴയില്, അവിടെ മാത്രം വെള്ളമില്ല, അവിടെ ആ പുഴയില് ഒരു 45 കടകളാണ് അടിച്ചത് അവിടെ. അപ്പൊ അത് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അത്രേ നമുക്ക് വേണ്ടുള്ളൂ. അവരുടെ ഉദാരത, അവരെത്ര തുറന്ന സമീപനം കാണിക്കുന്നത്, അത്രേ വേണ്ടുള്ളൂ. നമുക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അതെങ്ങനെ മാർക്കറ്റോ അല്ലെങ്കിൽ കുറെ വീടുകളോ പഴയ അതൊന്നും നമ്മുടെ മുന്നിൽ അത്ര ഇതല്ല. നമുക്ക് എന്ത് വേണം, സിനിമയ്ക്ക് എന്ത് വേണം, നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി വേണം, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ക്രൂ കിട്ടിയാൽ മതി. അതിൽ പരം വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ അങ്ങനെ ഒരു ടെക്നോളജിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ എല്ലാ കടയിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതല്ലല്ലോ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് വലിയൊരു യാത്രയും അന്വേഷണം എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ ഒരു കാലഘട്ടം ചിത്രീകരിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഗുണാക്കേവ് ഉണ്ടാക്കുവാണെങ്കിലും ഇപ്പൊ നേരത്തെ ഈ മരത്തിന്റെ പൂപ്പല് എന്നൊക്കെ പറഞ്ഞാൽ ഇത് പരീക്ഷിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കൂടിയാണല്ലോ, ഒരു ആർട്ടിസ്റ്റിക് സംഗതി കൂടിയാണല്ലോ. അത് വെറുതെ പെയിന്റ് അടിച്ചിട്ടോ സെറ്റ് ചെയ്തിട്ടോ മാത്രം ഉണ്ടാക്കുന്നതല്ലോ. ഇതിന്റെ മിക്സ് ഉണ്ടല്ലോ, ഒറിജിനലിന്റെയും ഈ പറയുന്ന ഉണ്ടാക്കിയെടുക്കുന്നതിന്റെയും. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സമയം മാറ്റിവെക്കുക? എന്താണത്? അല്ലെങ്കിൽ പൊതുവെയുള്ള എല്ലാ യാത്രയിലും ഈ ഒരു സംഗതി ചിലപ്പോൾ നാളെ ഇതുപോലൊരു സിനിമ വരുമ്പോൾ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെ ആലോചിക്കുമോ? അല്ല, അത് ഉണ്ടാവും. നമ്മൾ പല സാധനങ്ങളൊക്കെ നമ്മൾ റഫറൻസ് ആയിട്ടും ഇതൊക്കെ എടുത്തു വെക്കും. ഓരോ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതെല്ലാം വന്നു ചേരും. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും കുറച്ച് കാലങ്ങളായുള്ളത്, പിന്നെ അതിനെ പറ്റി വിദഗ്ധന്മാര് നമ്മുടെ ഒപ്പം ഉണ്ട്. പിന്നണി ഇതിന്റെ അതാണ് അതിന്റെ ഒരു ബൂസ്റ്റിങ്. അതായത് നമ്മളെന്ത് പറഞ്ഞാലും ടീമാണല്ലോ ചെയ്തു തരാനുള്ളത് നമ്മുടെ പിന്നണിയിൽ ആളുകൾ ഉണ്ടായിരിക്കും. അതാണ് ഓരോ കലാസംവിധായകന്റെയും വിജയമായിട്ട്. അതാണ് അവര് അതിനു വേണ്ടി നമ്മുടെ ഒപ്പം നിന്ന് ഞാൻ കാണുന്നത് ആ ഡയറക്ടറെ ഒരു വിഷ്വലിന്റെ ഇത് നമ്മളൊരു വർഷം കാണുന്നതില്ലേ, അത് ഉണ്ടാക്കി തരുന്ന ഒരു വിഭാഗം നമ്മുടെ പിന്നണിയിൽ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെയൊക്കെ പിൻബലം. അപ്പൊ അവര് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതാണ് വേണ്ടത്, ഈ സാധനമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അത് ചെയ്ത് തേക്കാം. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പൂപ്പലോ അതൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളത് ചെയ്ത് പല തരത്തിലാക്കിയിട്ട് നോക്കിയാൽ അതിൽ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിരിക്കും. നമ്മളത് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അത് സക്സസ് ആവും തന്നെ. ഇത് എനിക്ക് അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് അത്തരം കാര്യങ്ങളിൽ. നമ്മൾ തീരെ ഇറങ്ങി തിരിച്ച് ചെയ്യും. നമ്മുടെ മുന്നിൽ 2 വാചകങ്ങളുള്ളൂ, യെസ് ഓർ നോ. ഇതിലിപ്പം സൗബിനാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസർ. ഇപ്പൊ പറവയും ചെയ്തിട്ടുണ്ട്, ഈ സിനിമയിലേക്ക് എത്തുന്നു. സൗബിൻ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു മാനസിക പൊരുത്തം കൂടി ഭയങ്കര ഫാക്ടറാണ്. കാരണം വെച്ചാൽ ഇതിൽ സൗബിന്റെ എസ്സിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. സൗബിനൊക്കെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ സൗബിനൊക്കെ അറിയും. പിന്നെ പറവയും, നിങ്ങൾ ശരിക്കും പറവൊക്കെ ഇതുപോലെ അതിഭീകര വർക്ക് ചെയ്ത സിനിമയാണ്. അത് പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല. അതിന്റെ ഒരു ബിഹൈൻഡ് സീനൊന്നും ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും അത്ര അധികം വർക്ക് ചെയ്തൊരു സിനിമ ഇത്. അതിന്റെ മുകളിൽ ആ പ്രാവിന്റെ ഒക്കെ സെറ്റപ്പില്ല, ടെറസൊക്കെ. പക്ഷെ ആ സ്ഥലം തന്നെ മാറിപ്പോയി. ഞാൻ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ടായിരുന്നു, മട്ടാഞ്ചേരി. ആ സ്ഥലം തന്നെ മാറിപ്പോയി. അതിന്റെ പറവേനെ പറ്റിയിട്ട് അത്ര ഒരു ഡീറ്റെയിൽ ഒന്നുമില്ല. അത് നമ്മൾ ഒന്നും പബ്ലിഷ് ചെയ്തില്ല. അതാ ഇന്നും അതൊരു സീക്രട്ടായിട്ടിരിക്കുക. നമ്മളെങ്ങനെ അതിന്റെ മുകളിൽ ചെയ്തു അതൊക്കെ അതിന്റെ ഡീറ്റെയിലുകളൊന്നുമില്ല. ഇപ്പോ ഒരു പക്ഷേ നാളെ വരുന്ന ഒരാൾക്ക് ഒരു ടെക്നീഷ്യനോ ആർട്ട് ഡയറക്ടർക്കോ വേണ്ടി ശരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിലാണ് അതൊക്കെ വന്നു തുടങ്ങിയത്. ഇത് ഇപ്പോ നമ്മൾ എന്തൊക്കെ കാണിച്ച് ഇതാക്കുന്ന ഒരു ഇതുണ്ട്. നമ്മളതിന്റെ റിയൽ പോലെ അല്ലെങ്കിൽ പോലും ഇതെങ്ങനെ റീച്ച് ആക്കാന്ന് പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഒരു ഇതിനെ ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. ഓരോ സാധനങ്ങളും പറവ ആ രീതിയിലൊരു യുണീക്ക് വർക്കായിരുന്നു അല്ലേ? പറവ നല്ല ഇതായിരുന്നു, നല്ല ടീമായിരുന്നു അത്. പറവ നല്ലൊരു വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മട്ടാഞ്ചേരിയുടെ ഒരു കളർ ടോൺ ഉണ്ട്. അത് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടില്ല. ഇന്ത്യയിൽ എവിടെ പോയാലും അതിൻ്റെ ഒരു വേറെ ടോണുണ്ട്. മട്ടാഞ്ചേരി ബിൽഡിങ്ങുകളുടെ ഒരു ആർക്കിടെക്റ്റും അതിൻ്റെ കളർ ടോണും ഇതൊക്കെ നമുക്കൊരു ഫ്രെയിം. അത് ലിറ്റിൽ സ്വയംപാണ് അത് ഷൂട്ട് ചെയ്തത്. ലിറ്റിൽ നിന്ന് പിന്നെ ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫറാണ്. ഷൈജുകായത് വേറെ വെർഷനാണ്. രണ്ട് തരത്തിലുള്ള. ലിറ്റിൽ സ്വയംപിന് പറഞ്ഞ ലൈറ്റും ഒന്നും വേണ്ട, ഡോക്യുമെന്ററി ചെയ്യുന്ന ഒരാളാണ്, അതിഭീകരമായിട്ട് ഷൂട്ട് ചെയ്യും. ഷൈജുക്ക് ഭയങ്കര റിയലിസ്റ്റിക്കാണ് അത്. പക്ഷേ ഈ പടം ആളുടെ ഒരു വേറെ ലെവലിലേക്കുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മികച്ച അങ്ങനത്തെ വലിയ സിനിമകൾ ചെയ്യുന്ന ഒരു ഷൈജു ഖാനെയാണ് ഇനി മുതൽ കാണാൻ പറ്റുക. അത് ബിഗ് ക്യാൻവാസുകൾ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഈ സിനിമ. എന്തായാലും താങ്ക് യു. സന്തോഷം.